ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയും കൂടെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് ചന്ദ്ര അവിടെ ഒരു മിനിറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് പറയാട്ടോ. അപ്പോൾ ശ്രുതി പറയും, അയ്യോ അമ്മേ, ഞാൻ വല്ലാണ്ട് ടയേർഡാണ്, അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഒരു മിനിറ്റ് മോനെ എന്നും പറഞ്ഞിട്ട് ചന്ദ്ര ആരതി ഒഴിയാണിട്ട് വന്നിട്ട് ഇത് കാണുന്ന സച്ചിയാണെങ്കിൽ പറയും, ഇതെന്താ അച്ഛാ, കല്യാണം കഴിഞ്ഞ് വരുന്ന പെണ്ണിനെയും ചെക്കനെയും പോലെ ആരതിയൊക്കെ ഒഴിഞ്ഞ് സ്വീകരിക്കാൻ അത് 9 മണി കഴിഞ്ഞിട്ട് അമ്മയുടെ കിളി അങ്ങ് പോയോ എന്ന് ചോദിക്കുമ്പോൾ രവി പറയും, അത് പിന്നെ ആദ്യമായിട്ട് ജോലി കഴിഞ്ഞൊക്കെ വരികയല്ലേ, അതുകൊണ്ടാവും എന്ന് പറയട്ടെ രവി. ഇത് കേൾക്കുന്ന സച്ചിയാണെങ്കിൽ പറയും, ഇതുവരെ ഇവിടെ കിടന്നുറങ്ങിയും പോരാഞ്ഞിട്ട് പാർക്കിൽ പോയി കിടന്നുറങ്ങിയും ഒക്കെ സമയം കളയുന്നവൻ ആദ്യമായിട്ട് ജോലിക്ക് പോയതല്ലേ, അതുകൊണ്ട് നന്നായിട്ട് ഒഴിഞ്ഞു കൊടുക്കുമെന്ന് പറയാം കേട്ടോ. എല്ലാ ദിവസവും എൻ്റെ മോൻ ജോലിക്ക് പോണേ, എൻ്റെ ഭർത്താവിന് കൊടുക്കാനുള്ള 50 ലക്ഷം കൊടുക്കുന്നവരെയെങ്കിലും ജോലിക്ക് പോയാൽ മതിയായിരുന്നു എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നന്നായിട്ട് അങ്ങ് ഒഴി എന്ന് പറയാം കേട്ടോ സച്ചി. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയൊക്കെ മുഷിയുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ആൻറ്റി, ഞങ്ങൾ വന്ന് വീട്ടിലേക്ക് കയറില്ല, കണ്ടില്ലേ സച്ചി പറയുന്നത്. ഓ മോളെ, അവനെ ഒന്ന് വിട്, അവൻ എന്ത് വേണമെങ്കിലും പറയട്ടെ എന്ന് പറയട്ടോ. അങ്ങനെ ശ്രുതി ഉള്ളിൽ കയറുമ്പോഴേക്കും സോഫയിൽ കിടന്നുറങ്ങുകയാണ്. അത് കാണുമ്പോൾ ചന്ദ്ര ചോദിക്കും, നീ എന്താ മോനെ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്, ആദ്യമായിട്ട് ജോലിക്ക് പോയതല്ലേ, അതിന്റെ ക്ഷീണമായിരിക്കും എന്ന് പറയട്ടെ രവി. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്ന വർഷയാണെങ്കിൽ പറയും, ഒരു ദിവസം ജോലിക്ക് പോയപ്പോഴേക്കും ഇങ്ങനെയായോ എന്നങ്ങ് പറയുമ്പോഴേക്കും എണീക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, എൻ്റെ അച്ഛാ, ഞാൻ വളരെ ടയർഡാണ്, എത്ര പേരായിരുന്നു ഷോപ്പിലേക്ക് വന്നത്, അവരോടൊക്കെ സംസാരിച്ച് എനിക്ക് വായ വേദനിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ രവി ആണെങ്കിൽ മൂക്കത്ത് കൈയും വെച്ച് നിൽക്കുക കേട്ടോ. ഇത് കേൾക്കുന്ന രേവതി ആണെങ്കിൽ പറയും, വാ വേദനിക്കാനോ, സംസാരിച്ച വാ വേദനിക്കോ സച്ചിയേട്ടാ, ഒരു ദിവസം സംസാരിച്ചപ്പോഴേക്കും അവന് വാ വേദനിക്കുന്നു പോലും. വർഷേ, നീ ഒരു ദിവസം എത്ര മണിക്കൂർ വെച്ച് സംസാരിക്കാറുണ്ട്, എന്നിട്ട് നിനക്ക് വാ വേദനിക്കാറുണ്ടോ? ഏയ്, എനിക്ക് വാ വേദനിക്കാറൊന്നുമില്ല, എനിക്ക് പ്രാക്ടീസ് ആയല്ലോ. അതെ സുധിയേട്ടാ, വരുന്നവരോട് നിങ്ങൾ എത്രമാത്രം നന്നായി സംസാരിക്കുന്നോ അത്രത്തോളം കച്ചവടം നിങ്ങൾക്ക് കൂടും, അല്ലാതെ വാ വേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കരുത്. ഇത് കേൾക്കുന്ന ചന്ദ്രയാണെങ്കിൽ പറയും, സുധി, നീ ജോലിക്കാർ വെച്ചിരിക്കുന്നത് എന്തിനാ, അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലേ, അപ്പൊ അവര് കസ്റ്റമേഴ്സിനോട് സംസാരിച്ചോളും, നീ അവിടെ മിണ്ടാതിരുന്നാ മതി. എത്ര നേരം എന്ന് വെച്ചിട്ടാ അമ്മ മിണ്ടാതിരിക്കുന്ന, അല്ലെങ്കിൽ നീ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്, നീ ഒരു മുതലാളിയല്ലേ, മുതലാളി ജോലി ചെയ്താൽ തൊഴിലാളികളും ജോലി ചെയ്യും, അല്ലെങ്കിൽ അവരും നിന്നെ പോലെ അവിടെ ഇരിക്കും എന്ന് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ രവി. ആകെപ്പാടെ ഒരു ദിവസമേ ജോലി ചെയ്തിട്ടുള്ളൂ, അപ്പോഴേക്കും തളർന്നിതാ ഇവിടെ കിടക്കുന്നു എന്ന് രവി പറയുന്ന നേരത്ത് പിന്നെ ക്ഷീണം ഉണ്ടാവില്ലേ രവിയേട്ടാ, അവൻ ചെയ്യുന്നത് ബിസിനസ്, അല്ലാതെ സ്റ്റിയറിംഗും പിടിച്ച ഒരു സീറ്റിലിരുന്ന് ഇങ്ങനെ വളച്ചുകൊണ്ടിരുന്ന നടക്കൂല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രവിക്ക് അത് ഫീൽ ആവാണ്. അപ്പോഴേക്കും രവി പറയും, ഇത് കേൾക്കുന്ന സച്ചിക്ക് ദേഷ്യം പിടിക്കാണ് കേട്ടോ. നേരെ വന്ന് ചന്ദ്രയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ മോനെ AC-യിലിരുന്ന് ആളുകളോട് സംസാരിച്ചാൽ മാത്രം മതി, പക്ഷെ എൻ്റെ അച്ഛൻ അങ്ങനെ ആയിരുന്നില്ല, രാവും പകലും ധ്വനിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛന് വന്നിട്ടുണ്ടാവും ഈ കാലുവേദനയും കൈവേദനയും ഒക്കെ, ആരോടെങ്കിലും പറയാ